എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തിരുന്നത് +2 തുല്യതാ കോഴ്സിൻ്റെ എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടായ മൈക്രോ എക്കണോമിക്സിലെ 1ാമത്തെ അധ്യായമായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. അതുപോലെ സാമ്പത്തിക ശാസ്ത്രത്തിന് ലേണൽ റോബിൻസ് നൽകിയ നിർവചനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതായത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. നമുക്കറിയാം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ് ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം, വിനിമയം എന്നിവ. ജനങ്ങൾ ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് വ്യത്യസ്ത രീതികളിലാണെന്ന് നമുക്കറിയാം. ചിലർ തൊഴിലാളികളായി പ്രവർത്തിക്കുമ്പോൾ മറ്റു ചിലർ സംഘാടകരായും വേറെ ചിലർ മൂലധനം നൽകുന്നവരോ അല്ലെങ്കിൽ ഭൂമി നൽകുന്നവരോ ആയും ഉൽപ്പാദന പ്രക്രിയകളിൽ പങ്കാളികളാകുന്നു. ഇതിലൂടെ അവർ വരുമാനം നേടുകയും ചെയ്യുന്നു. ഈ വരുമാനം ഉപയോഗിച്ച് അവർ ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ എണ്ണമറ്റവയാണ്. അതായത് ധാരാളം ആവശ്യങ്ങൾ മനുഷ്യരുണ്ട്. മനുഷ്യരുടെ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ കൈവശമുള്ള വരുമാനം, അതായത് പണം, വളരെ കുറവാണ്. അതിനാൽ എല്ലാ ആവശ്യങ്ങൾക്കും അവ നിറവേറ്റാൻ കഴിയാതെ വരുന്നു. ഇതിപ്പോൾ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു രാജ്യത്ത് ധാരാളം ജനങ്ങളും അവർക്ക് എണ്ണമറ്റ ആവശ്യങ്ങളുമുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ഒരു രാജ്യത്തിന് അനേകം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതായി വരും. എന്നാൽ ഉൽപ്പാദനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഏതൊരു രാജ്യത്തും കുറവാണ്. അതിനാൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും മതിയായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി കൂടുതൽ വിഭവങ്ങൾ മാറ്റിവെച്ചാൽ മറ്റു ചില സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ലഭ്യമാകുന്ന വിഭവങ്ങളുടെ അളവ് കുറവായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ വിഭവങ്ങളുടെ ദൗർലഭ്യം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെയാണ് നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതായത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും ആവശ്യങ്ങൾ, അതായത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. അതായത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങൾ പരിമിതമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങൾ, അതായത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് എന്തുൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇങ്ങനെ 3 പ്രശ്നങ്ങളാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇത് ഓരോന്നും നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഒന്നാമത്തത് എന്തുൽപ്പാദിപ്പിക്കണം, അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്. നമുക്കറിയാം, എന്തുൽപ്പാദിപ്പിക്കണം എന്നത് വിഭവ വിഭജനവുമായി, അതായത് റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏത് സാധനം ഉൽപ്പാദിപ്പിക്കണമെന്നും അത് ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എണ്ണമറ്റ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായി വരും. എന്നാൽ വിഭവങ്ങൾ പരിമിതമായതിനാൽ എല്ലാ സാധനങ്ങളും ആവശ്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം സാധനങ്ങൾ എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നത് തീരുമാനിക്കേണ്ടി വരും. വിഭവങ്ങളുടെ ലഭ്യത, രാജ്യത്തിൻ്റെ ആവശ്യകത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടത്. അതായത് എന്തുൽപ്പാദിപ്പിക്കണം എന്നതിന് ഉത്തരം കാണേണ്ടത്. ഇനി രണ്ടാമത്തതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഏത് തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് 2 തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് പ്രധാനമായിട്ടും രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി, അതായത് തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ. രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി, അതായത് മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യ.
അതായത് കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച മൂലധനവും ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനത്തെയാണ് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. എന്നാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിക്കുന്ന ഉൽപ്പാദന രീതിക്കാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റലാണ്, മൂലധനമാണെങ്കിൽ കൂടുതൽ മൂലധനം ഉപയോഗിക്കുന്നു, തൊഴിലാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ അവിടെ കൂടുതൽ തൊഴിൽ ശക്തി ഉപയോഗിക്കുന്നു. ഇങ്ങനെ വിഭവങ്ങളുടെ ലഭ്യത, അവയുടെ വില എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത്. അതായത് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചായിരിക്കണം ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയാണോ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ആ രാജ്യം തീരുമാനിക്കണം. ഇനി മൂന്നാമത്തെ പ്രശ്നമാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അതായത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതായത് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ചോദ്യത്തിന് ഉത്തരം കാണുക എന്നുള്ളത് ഒരു വിതരണത്തിൻ്റെ പ്രശ്നമാണ്. അതായത് സാധനങ്ങളും സേവനങ്ങളും ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ തുടങ്ങിയ വിഭവങ്ങളുടെ സംയോജിത പ്രവർത്തന ഫലമായാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ അഥവാ അതിലൂടെയുണ്ടാകുന്ന ദേശീയ വരുമാനം വിഭവങ്ങളുടെ ഉടമകൾക്ക് അവരുടെ ഉൽപ്പാദന പ്രക്രിയയിലെ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതിച്ച് നൽകേണ്ടതുണ്ട്. ഇങ്ങനെ രാജ്യത്തെ വിതരണവുമായി, അതായത് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഓരോരുത്തർക്കും മൊത്തം ഉൽപ്പന്നത്തിൻ്റെ എത്ര ഭാഗം ലഭിച്ചു, ആർക്കാണ് കൂടുതൽ ലഭിച്ചത്, ഓരോരുത്തർക്കും ഒരു നിശ്ചിത അളവെങ്കിലും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുകയും പ്രതിപാദിക്കുകയും വേണം. അതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ 3 ആ 3 ഏതൊക്കെയാണെന്നും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രശ്നങ്ങൾക്ക് ഒരു രാജ്യം എങ്ങനെയാണ് പരിഹാരം കാണുന്നത്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ +1 വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നും ഈ സമ്പദ് വ്യവസ്ഥകൾ മുകളിൽ പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. അതുപോലെ തന്നെ അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് കമ്പോളമായിരിക്കും. അതിനാൽ തന്നെ ഇത്തരം സമ്പദ് വ്യവസ്ഥകളെ കമ്പോള സമ്പദ് വ്യവസ്ഥ, അതായത് മാർക്കറ്റ് എക്കോണമിക് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് ഇക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനം, അതായത് കമ്പോള സംവിധാനം, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രൈസ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനത്തിലൂടെയാണ്. ഇനി രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതായത് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് നോക്കാം. അതിന് ഈ പ്രശ്നങ്ങൾക്ക് അവർ എങ്ങനെയാണ് പരിഹാരം കാണുന്നതെന്ന് നോക്കാം. ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇത്തരം സമ്പദ് വ്യവസ്ഥയിൽ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണം സംവിധാനമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. അതിനാൽ ഇത്തരം സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കേന്ദ്രീകൃതമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, അതായത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പോള സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെന്നും അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു. അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കേന്ദ്രീകൃതമായ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി മൂന്നാമത്തെ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മിക്സഡ് എക്കോണമി.
ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇന്ന് കണ്ടുവരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നു പോരുന്നത്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? മുതലാളിത്തത്തിൻ്റെ സവിശേഷമായ സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ സവിശേഷതയായ പൊതുമേഖലയും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥകളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് വില സംവിധാനവും അതുപോലെ തന്നെ ആസൂത്രണവും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ഇന്ന് നാം പ്രധാനമായും ചർച്ച ചെയ്തത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നും ഈ പ്രശ്നങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥകൾ എങ്ങനെയാണ് പരിഹാരം കാണുന്നത് എന്നുമാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരെന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് കമ്പോള സമ്പദ് വ്യവസ്ഥ. ഇനി രണ്ടാമത്തെ ചോദ്യം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏത് സംവിധാനത്തിലൂടെയാണ്? അതാണ് വില സംവിധാനം, അതായത് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ കമ്പോള സംവിധാനം എന്നും ഇതിന് പറയാറുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ഇവിടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയെന്നും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ അനുവർത്തിച്ചു പോരുന്നത്, പിന്തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വില സംവിധാനവും ആസൂത്രണവുമാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി അനുവർത്തിച്ചു പോരുന്നതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇവിടെ നീതി ആയോഗാണ്, പഞ്ചവത്സര സെൻട്രൽ പ്ലാൻ കമ്മീഷൻ ഇല്ല, അതിന് പകരം ഇപ്പം ഉള്ളത് നീതി ആയോഗാണ്. അപ്പോൾ അതെന്നാണ് നിലവിൽ വന്നത്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരമായി കാണേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൽപാദന സാധ്യതാ വക്രം, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.